വിവാഹം, കുടുംബം, കുഞ്ഞ് എന്നിങ്ങനെ സാധാരണ സ്വപ്നങ്ങളായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഉമാ പ്രേമന്റേത്. പിന്നീട് ജീവിതത്തിലെ ചില കൈപ്പേറിയ സാഹചര്യങ്ങൾ ഉമാ പ്രേമനെ മാറ്റി. ഇന്ന് തൃശൂർ ജില്ലയിലെ കോട്ടപ്പടിയിലെ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന്റെ ജീവാത്മാവാണ് ഉമ. കേരളത്തിന്റെ ആതുര സേവന രംഗത്തെ മദർ തെരേസയായ ഉമാ പ്രേമനാണ് ഇന്ന് വനിതയിലെ അതിഥി. നമസ്കാരം ഉമ. ഉമ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷമായിട്ടൊരു സാമൂഹ്യ സേവനത്തിന്റെ പാതയിലാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും മഹത്തരമായൊരു കാര്യത്തിലാണ് അല്ലേ. അപ്പോൾ 15 വർഷങ്ങൾക്ക് മുൻപ് ഉമ ഇതിലേക്ക് എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞാൽ സങ്കടകരമായ ഒരു ഇതിൽ കൂടിയാണ്. എങ്കിൽ പോലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇതിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയും. എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിതിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് ആയിരുന്നു, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ്. അതായത് ഏത് മെഡിസിൻ കഴിച്ചാലും ട്യൂബർക്ലോസിസ് മാറാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് എന്ത് രീതിയിലുള്ള മരുന്നാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഒരു ട്യൂബർക്ലോസിസ് റിസർച്ച് സെൻറ്ററിൽ നിന്ന് സ്പ്യൂട്ടൻ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ട്രീറ്റ്മെൻറ്റാണ്. പക്ഷെ അത് അന്ന് നമുക്ക് ഡോക്ടേഴ്സ് ശരിക്കും ഗൈഡ് ചെയ്തില്ല. ഒരുപാട് കാലം മരുന്ന് കഴിച്ചു, 5-6 വർഷം ഒരുപാട് ആശുപത്രിയിൽ പോയി കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് അവസാനം രോഗം കണ്ടുപിടിച്ചപ്പോഴേക്കും ഒരുപാട് വൈകി പോയിരുന്നു. പിന്നെ ശ്രീചിത്രയിൽ വെച്ചിട്ട് ലങ്ങൊക്കെ റിമൂവ് ചെയ്ത് വെന്റിലേറ്ററിലൊക്കെ ആയിട്ട് മരിച്ചു. ഒരു പ്രേമന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ എവിടെ പോയി ട്രീറ്റ് ചെയ്യണം എന്നറിയാതെ ഇന്നും ഇന്ത്യയിൽ, കേരളത്തിൽ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇന്ത്യയിൽ മുഴുവനുണ്ട്. അത്തരക്കാർക്ക് ഒരു വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന ട്രീറ്റ്മെൻറ്റ് ഇന്ന ഹോസ്പിറ്റലിൽ കിട്ടും, ഇന്ന ഡോക്ടറെ കാണാം എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സെൻ്ററായിട്ട് അദ്ദേഹം മരിച്ച് 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശാന്തി തുടങ്ങുന്നത്. ഇപ്പോൾ തന്നെ ഉമ പറഞ്ഞു 15 ദിവസങ്ങൾക്ക് ശേഷമാണ് ശാന്തി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ 15 ദിവസം മുൻപുള്ള ഉമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഭർത്താവിൻ്റെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പോലും ഇതില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഡോക്ടേഴ്സിനെയും എവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നതിന് അങ്ങനെ ഒരു ഡേറ്റ കളക്ട് ചെയ്തത് എങ്ങനെയാണ്? ഞാൻ ഇദ്ദേഹം മരിച്ച് 15 ദിവസം കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ ആദ്യമായിട്ട് എത്തുന്നു. അപ്പോൾ ശ്രീചിത്രയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ് അവിടെ ഉണ്ടായിരുന്നു. അവരിലൂടെയാണ് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. ഞങ്ങൾ അവിടെ ഓരോ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി അവിടുത്തെ ഡീറ്റെയിൽ കളക്ട് ചെയ്തു. ചില ആശുപത്രിയിലെ ഡോക്ടേഴ്സ് എൻ്റെ ലക്ഷ്യം എനിക്കറിയാവുന്ന ഇതിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും എന്താണ് എൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ. അപ്പോൾ ഡോക്ടേഴ്സ് എനിക്ക് മെഡിക്കൽ ടേംസ് പറഞ്ഞു തന്നു. എന്താണ് ബൈപ്പാസ് സർജറി, എന്താണ് ഹാർട്ട് ബ്ലോക്ക്, വാൽവ് ബ്ലോക്ക് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഓരോ അസുഖത്തെക്കുറിച്ചും പറഞ്ഞു തന്ന് അങ്ങനെ ഞാൻ എല്ലായിടത്തും ഡീറ്റെയിൽ കളക്ട് ചെയ്തു. ഇന്ത്യയിൽ മുഴുവൻ, ഡൽഹി, ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ്, ഒറീസ, ബീഹാർ, മധ്യപ്രദേശ്, ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയി എല്ലാ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിലും കളക്ട് ചെയ്ത് തിരിച്ച് വന്നു. ഓഗസ്റ്റ് 18 തിരിച്ചു വന്നിട്ട് ഓഗസ്റ്റ് 24 ഈ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുന്നത്. ഇന്നും ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ മരണം പോലുള്ളൊരു അവസ്ഥ കഴിയുമ്പോൾ ആ സ്ത്രീ പിന്നീട് എന്തെന്ന് പറയുന്ന ഒരു ചോദ്യചിഹ്നം. അതായത് ആ സ്ത്രീ ഇതുപോലെ ഒരു 15 ദിവസം കഴിയുമ്പോൾ യാത്ര പോവുക, അത് കഴിഞ്ഞ് ഇത്തരം ഒരു ഉദ്യമത്തോടു കൂടി തിരിച്ചു വരിക, 24 മണിക്കൂറും ഇതിൻ്റെ പിന്നിൽ നടക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ? ആ സമൂഹത്തിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് 10-26 വയസ്സ് എന്നുള്ളത് ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു. ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്നു. ആദ്യം ഞാൻ വിഷമിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ അത് തന്നെ ആസ്വദിക്കാൻ പഠിച്ചു. ഈ ശാന്തിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കുറച്ചുകൂടി വിശദമായി നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ശാന്തി മെഡിക്കൽ info.org പറഞ്ഞ്. പിന്നെ ഒരു ഫോൺ നമ്പർ ഉണ്ട്. ഈ ശാന്തിയിലേക്ക് വിളിച്ചിട്ട് നമ്മളുടെ അസുഖം എന്താണ്, നമുക്ക് എന്താ വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, അസുഖത്തിന് ചികിത്സയാണെങ്കിൽ അവരുടെ നാട്ടിൽ ഇതിന് ഏറ്റവും നല്ല ഡോക്ടറാരാ, ഏത് ഹോസ്പിറ്റലാണ് കാണിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതേ നേരത്തെ അവർക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പാണ് ആവശ്യം. ഇപ്പോൾ ശാന്തിയിൽ നിന്ന് കൊടുക്കുന്നല്ല പറയണത്, പ്രൈം മിനിസ്റ്റർ ഫണ്ട് ഉണ്ട്, ചീഫ് മിനിസ്റ്റർ ഫണ്ട് ഉണ്ട്, പല ട്രസ്റ്റുകളും അവർക്ക് ആവശ്യമുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ചില ട്രീറ്റ്മെൻറ്റിനൊക്കെ, ഇപ്പോൾ കിഡ്നി ഫെയിലിയർ, ഹാർട്ട് സർജറി, അങ്ങനെ പലതിനും ആ വിവരങ്ങൾ നമ്മൾ കൊടുക്കും. അതേപോലെ ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, വൈഫാണ് കിഡ്നി കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് തോന്നും ഇത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, കൊടുത്ത ഒരാളെ കണ്ടില്ലോ, അപ്പോൾ ഞാനും എൻ്റെ കിഡ്നി വെച്ച സലീലും കൂടി പോകും, കൊടുത്ത ഞാൻ നന്നായിരിക്കുന്നു, അപ്പോൾ അവർ പറയും ഓടാൻ പറ്റുമോ, ചാടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഇതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതേപോലെ തന്നെ അപ്പുറത്ത്
അങ്ങനെ സൊസൈറ്റീനെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ പത്രത്തിലും ടി വിയിലൊക്കെ എൻ്റെ ഇൻ്റർവ്യൂ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ വീട്ടിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും, നേരെ വണ്ടി കയറി വരുന്ന സ്ത്രീകളുണ്ട്. ഇനിയുള്ള കാലം ഞങ്ങൾ ഉമാപ്രേമനോടൊപ്പം നിൽക്കും. നമുക്ക് ആരെ എവിടുന്നൊന്നും അറിയില്ല, കരയുള്ളൂ. അപ്പോൾ ഞാൻ ആ കരയുമ്പോൾ റിലാക്സ് ചെയ്ത് അത് കഴിഞ്ഞ് അവർക്ക് ഭക്ഷണമോ ചായ എന്തൊക്കെയോ കൊടുത്ത് മെല്ലെ ചോദിച്ച് മനസ്സിലാക്കി അവർ ആദ്യം ഹസ്ബൻഡിനെ വിളിച്ച് പറയും വിഷമിക്കേണ്ട എന്നോടൊപ്പം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, അത് തന്നെ താങ്ങാൻ പറ്റാണ്ടാവും. സ്ത്രീ എന്ന് പറയുന്നത് ഒരുപാട് ശക്തിയുള്ള ആളാണ്. എൻ്റെ അടുത്ത് വരുന്ന ഓരോ സ്ത്രീകൾക്കും അവരുടെ ഉള്ളിലുള്ള ഈ കാര്യങ്ങളെ ബോധിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാനെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്താ പറയുക, ചിലവരെന്നെ കളിയാക്കി പറയും ആകപ്പാടെ 4, 3, 7 സെൻറ്റിമീറ്റർ ഉയരേ ഉള്ളൂ എന്നൊക്കെ. ഞാൻ പറയും ഇത്രയൊക്കെ സെൻറ്റിമീറ്റർ ഉയരം, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം കളിയാക്കി പറയും. എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അവർ പറയും എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് അങ്ങനെ പറയാം. ഞാൻ പറയാം തടി വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല, സാധാരണ. അപ്പം നമ്മളെല്ലാവരുടെ ഉള്ളിലും കഴിവുണ്ട്, അത് നമുക്ക് ഒരു സാഹചര്യത്തിൽ എടുത്ത് നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ തന്നെയാണ് നമ്മളെ രക്ഷ. എനിക്ക് 10 പേരെ കൂടെ കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല. ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞു, അതായത് ആൾക്കാരുടെ മുന്നിലേക്ക് പോകുന്നു. ഉമ്മ ഒരു എക്സാമ്പിൾ ആയിട്ട്, അതായത് ഉമ്മ കിഡ്നി കൊടുത്തു, കിഡ്നി സ്വീകരിച്ച ഒരാളെയും കൊണ്ട്. അപ്പോൾ ഉമ്മ കിഡ്നി കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം. ഞാൻ കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ വേറെ ഒരു പേഷ്യൻ്റായിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന പയ്യനോട് ഞാൻ സ്വാഭാവികമായിട്ട് നല്ല സംസാരപ്രിയാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താണ് അസുഖം. പിന്നെ ഇൻഫർമേഷൻ കൊടുക്കാൻ നമ്മൾ റെഡിയാണല്ലോ. അപ്പോൾ നമുക്കൊരു ഏരിയ കിട്ടിയ സന്തോഷം കൊണ്ട് നമ്മൾ ചോദിച്ചു എന്താണ്. പറഞ്ഞു കിഡ്നി ഫെയിലറാണ്. ഉടനെ ഞാൻ പറഞ്ഞു കിഡ്നി മാറ്റി വെച്ചുകൂടെ, ഇത്ര ചെറുപ്പമല്ല, 10-23 വയസ്സേ ഉള്ളൂ, മാറ്റി വയ്ക്കാം, അമ്മയുടെ വയ്ക്കാം, അച്ഛൻ്റെ വയ്ക്കാം, നമുക്കറിയാവുന്ന എല്ലാ ഇൻഫർമേഷനും. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എൻ്റെ അമ്മ കിഡ്നി ഫെയിലിയർ കൊണ്ട് മരിച്ചുപോയി, അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, ഒരു സിസ്റ്ററേ ഉള്ളൂ, ആ കുട്ടി സൂട്ടാവില്ല, ചെറിയ കുട്ടിയാണ്, പിന്നെ അവളെ ABP. അപ്പോൾ ഇവന് O നെഗറ്റീവാണ് കിഡ്നി. അപ്പം ഇത് കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് തമ്മിൽ സംസാരമില്ല. അവനിപ്പോൾ ഒരു അഡ്വൈസ് ഒന്നും വേണ്ട, അവനൊന്നും ചോദിച്ചതല്ല. പിന്നെ ഞാൻ ആലോചിച്ചു, ദൈവമേ 2 കിഡ്നി ഉണ്ടെന്ന് ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഉണ്ടാവുമായിരിക്കാം. ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ 2 ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടെങ്കിൽ 1 തരാം. അപ്പം ആ പയ്യൻ പോലും അതൊരു സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. അങ്ങനെ ഒരാൾ പെട്ടെന്ന്. അപ്പം അവൻ പറഞ്ഞു, അവനൊന്നും പറഞ്ഞില്ല, അവൻ എണീറ്റ് പോയി. ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഉമ്മ നമുക്ക് മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യാം, നമ്മൾ ചെയ്യരുത്, ഇങ്ങനെ ആവാം, പിന്നെ എല്ലാം ഊരി കൊടുക്കേണ്ടി വരില്ല. ഞാൻ പറഞ്ഞു സാറേ എല്ലാം കൊടുക്കാൻ പറ്റില്ലല്ലോ, കണ്ണിപ്പോൾ എന്തായാലും കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റുന്ന ഒന്ന് നമ്മളൊരു എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാമല്ലോ സാർ, ഇത് ചെയ്യാൻ പറ്റുന്നതല്ലേ, സീരിയസ് ആണോ ചോദിച്ചാൽ അത് സീരിയസ് ആവണം, എന്നാൽ നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തപ്പോൾ ശരിക്കും ഞങ്ങൾ നല്ല സൂട്ടാണ്. ഒരു കിഡ്നി 1 മാസം, ഇന്നത്തെ പോലെ തന്നെ എല്ലാ പേപ്പറും വേണം. എന്നെ ആരും എതിർക്കില്ല, എനിക്ക് സംരക്ഷിക്കാൻ, എനിക്ക് സമ്പത്തുണ്ട്, എന്നെ നോക്കാം. അന്ന് എൻ്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് പൈസ ഒക്കെ ഉണ്ടായിരുന്നു. കിഡ്നി കൊടുത്താൽ എന്ത് കിട്ടും, കമ്മിറ്റി എന്നോട് അത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു സഹോദരനെ കിട്ടും, വിശ്വസിക്കാൻ തയ്യാറല്ല പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ ആരെങ്കിലും ഒരു കിഡ്നി കൊടുക്കുക, നമുക്കിപ്പോൾ അവനൊരു കിഡ്നി ഞാൻ തന്നെ കൊടുത്തേക്കാം എന്നൊന്നും എനിക്കില്ല, പക്ഷേ ആരും കിട്ടാത്തതുകൊണ്ട് ഞാൻ കൊടുത്താൽ പറഞ്ഞു. അപ്പോൾ അവന് സലീലിനെ വിളിച്ചിട്ട് പറഞ്ഞു മരണം വരെ ഇവരെ മറക്കരുത് പറഞ്ഞു. അവനോട് അത്രേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞങ്ങൾ പെർമിഷൻ തന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. 5 ദിവസം കഴിഞ്ഞു ഞാൻ തിരിച്ചു പോന്നു. ഇത് 5 ദിവസത്തെ റെസ്റ്റ്. 5 ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റിച്ച് എടുത്തു. പക്ഷെ ഞാൻ പോന്നു. പക്ഷെ തിരിച്ച് ഗുരുവായൂർ വന്നപ്പോൾ ഞാൻ ഇനിയൊരു സത്യം മനസ്സിലാക്കി. ശാന്തിയിൽ ഒരു 300 പേരുണ്ട് ബാക്കി ഒരു കിഡ്നിക്ക് വേണ്ടി. അവർക്ക് എല്ലാവർക്കും ഉമാപ്രേമം കിഡ്നി കൊടുക്കുന്ന ഒരാളാണല്ലോ, പിന്നെ ഇനി ഞങ്ങൾക്ക് തന്ന എന്താ, നിങ്ങൾ സലീലിന് കൊടുത്തില്ലേ എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഇത്രമാത്രം കിഡ്നി ഇല്ല, ദൈവം നമുക്ക് അങ്ങനെ എങ്ങാനും തരികയാണെങ്കിൽ ഒരു സിബ് വെച്ച് ഡെയിലി ഓരോരുത്തർക്ക് ഓരോ കിഡ്നി തരാം, അതാണ് എനിക്ക് തരാൻ പറ്റുള്ളൂ, ഓഫർ തരാൻ പറ്റുള്ളൂ. അല്ലാതെ ഡെയിലി ഒരു കിഡ്നി വരികയാണ് ദൈവം അങ്ങനെ എന്നെ എങ്ങാട്ട് എഴുതി വിട്ടാൽ നമുക്ക് സിബ് വെക്കാം, വെക്കാം, അങ്ങനെ അല്ലാതെ ഒന്നും പറ്റില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ എല്ലാവരെയും 2 ഉണ്ട്, നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ ഞാനും സലീലും കൂടി അന്ന് തുടങ്ങിയ മോട്ടിവേഷൻ 640 പേരെ റിലേറ്റഡ് ട്രാൻസ്പ്ലാന്റേഷൻ ഈ ലോകത്ത് ആരും ചെയ്തിട്ടുണ്ടാവില്ല. എൻ്റെ അടുത്ത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോ വീടുകളിലും പോയിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ അവർ പറയും തെങ്ങ് കയറാൻ പറ്റുമോ, അപ്പോൾ ഞാൻ പറയും എനിക്ക് അറിയില്ല, അറിയിച്ചാൽ ഞാൻ കയറും. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും, ലോറി ഓടിക്കാൻ പറ്റും, എല്ലാം ഓടിക്കാൻ, എല്ലാം ചെയ്യാം. ചിലവർ എന്നെ നടന്ന് കാണിക്കും, ഓടി കാണിക്കും. ചിലർക്ക് നമ്മൾ വീടോ ആയതുകൊണ്ട് പ്രസവിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള സംശയമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റും, ഞാൻ പറയും കല്യാണമൊക്കെ കഴിക്കാൻ എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. അങ്ങനെ എല്ലാം അവരുടെ ചെറിയ ഡൗട്ട്സും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇത്രയും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. ആ ഒരു ഇതാണ് ഞാൻ കിഡ്നി കൊടുക്കാൻ പോയി എന്നുള്ളത് ഇതിൻ്റെ ഒരു ലൈഫ് അംബിഷനോ അല്ലെങ്കിൽ ഒരു കിഡ്നി കൊടുത്താൽ അങ്ങനെയില്ല, സിറ്റുവേഷൻ അത്രേ ഉള്ളൂ. അതായിരുന്നു തുടക്കം കിഡ്നി പേഷ്യൻറ്റുമായിട്ട് എൻ്റെ നേരിട്ടുള്ള ഒരു ബന്ധം. വിവാഹം, കുടുംബം, കുഞ്ഞ് എന്നിങ്ങനെ സാധാരണ സ്വപ്നങ്ങളായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഉമാപ്രേമൻ്റേത്. പിന്നീട് ജീവിതത്തിലെ ചില കൈപ്പേറിയ സാഹചര്യങ്ങൾ ഉമാപ്രേമനെ മാറ്റി.
ഇന്ന് തൃശൂർ ജില്ലയിലെ കോട്ടപ്പടിയിലെ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന്റെ ജീവാത്മാവാണ് ഉമ. കേരളത്തിന്റെ ആതുര സേവന രംഗത്തെ മദർ തെരേസയായ ഉമാ പ്രേമനാണ് ഇന്ന് വനിതയിലെ അതിഥി. നമസ്കാരം ഉമ. ഉമ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷമായിട്ടൊരു സാമൂഹ്യ സേവനത്തിന്റെ പാതയിലാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യത്തിലാണ് അല്ലേ. അപ്പോൾ 15 വർഷങ്ങൾക്ക് മുൻപ് ഉമ ഇതിലേക്ക് എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞാൽ സങ്കടകരമായ ഒരു ഇതിൽ കൂടിയാണ്. എങ്കിൽ പോലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇതിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയും. എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിതിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് ആയിരുന്നു, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ്. അതായത് ഏത് മെഡിസിൻ കഴിച്ചാലും ട്യൂബർക്ലോസിസ് മാറാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് എന്ത് രീതിയിലുള്ള മരുന്നാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഒരു ട്യൂബർക്ലോസിസ് റിസർച്ച് സെൻറ്ററിൽ നിന്ന് സ്പ്യൂട്ടൻ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ട്രീറ്റ്മെൻറ്റാണ്. പക്ഷെ അത് അന്ന് നമുക്ക് ഡോക്ടേഴ്സ് ശരിക്കും ഗൈഡ് ചെയ്തില്ല. ഒരുപാട് കാലം മരുന്ന് കഴിച്ചു, 5-6 വർഷം ഒരുപാട് ആശുപത്രിയിൽ പോയി കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് അവസാനം രോഗം കണ്ടുപിടിച്ചപ്പോഴേക്കും ഒരുപാട് വൈകി പോയിരുന്നു. പിന്നെ ശ്രീചിത്രയിൽ വെച്ചിട്ട് ലങ്ങൊക്കെ റിമൂവ് ചെയ്ത് വെന്റിലേറ്ററിലൊക്കെ ആയിട്ട് മരിച്ചു. ഒരു പ്രേമന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ എവിടെ പോയി ട്രീറ്റ് ചെയ്യണം എന്നറിയാതെ ഇന്നും ഇന്ത്യയിൽ, കേരളത്തിലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇന്ത്യയിൽ മുഴുവനുണ്ട്. അത്തരക്കാർക്ക് ഒരു വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന ട്രീറ്റ്മെൻറ്റ് ഇന്ന ഹോസ്പിറ്റലിൽ കിട്ടും, ഇന്ന ഡോക്ടറെ കാണാം എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സെൻ്ററായിട്ട് അദ്ദേഹം മരിച്ച് 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശാന്തി തുടങ്ങുന്നത്. ഇപ്പോൾ തന്നെ ഉമ പറഞ്ഞു 15 ദിവസങ്ങൾക്ക് ശേഷമാണ് ശാന്തി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ 15 ദിവസം മുൻപുള്ള ഉമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഭർത്താവിൻ്റെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പോലും ഇതില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഡോക്ടേഴ്സിനെയും എവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നതിന് അങ്ങനെ ഒരു ഡേറ്റ കളക്ട് ചെയ്തത് എങ്ങനെയാണ്? ഞാൻ ഇദ്ദേഹം മരിച്ച് 15 ദിവസം കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ ആദ്യമായിട്ട് എത്തുന്നു. അപ്പോൾ ശ്രീചിത്രയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ് അവിടെ ഉണ്ടായിരുന്നു. അവരിലൂടെയാണ് ഞാൻ അവരെ വീട്ടിൽ ചെന്നു. ഞങ്ങൾ അവിടെ ഓരോ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി അവിടുത്തെ ഡീറ്റെയിൽ കളക്ട് ചെയ്തു. ചില ആശുപത്രിയിലെ ഡോക്ടേഴ്സ് എൻ്റെ ലക്ഷ്യം എനിക്കറിയാവുന്ന ഇതിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും എന്താണ് എൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ. അപ്പോൾ ഡോക്ടേഴ്സ് എനിക്ക് മെഡിക്കൽ ടേംസ് പറഞ്ഞു തന്നു. എന്താണ് ബൈപ്പാസ് സർജറി, എന്താണ് ഹാർട്ട് ബ്ലോക്ക്, വാൽവ് ബ്ലോക്ക് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഓരോ അസുഖത്തെക്കുറിച്ചും പറഞ്ഞു തന്ന് അങ്ങനെ ഞാൻ എല്ലായിടത്തും ഡീറ്റെയിൽ കളക്ട് ചെയ്തു. ഇന്ത്യയിൽ മുഴുവൻ, ഡൽഹി, ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ്, ഒറീസ, ബീഹാർ, മധ്യപ്രദേശ്, ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയി എല്ലാ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിലും കളക്ട് ചെയ്ത് തിരിച്ച് വന്നു. ഓഗസ്റ്റ് 18 തിരിച്ചു വന്നിട്ട് ഓഗസ്റ്റ് 24 ഈ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുന്നത്. ഇന്നും ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ മരണം പോലുള്ളൊരു അവസ്ഥ കഴിയുമ്പോൾ ആ സ്ത്രീ പിന്നീട് എന്താണെന്ന് പറയുന്ന ഒരു ചോദ്യചിഹ്നം. അതായത് ആ സ്ത്രീ ഇതുപോലെ ഒരു 15 ദിവസം കഴിയുമ്പോൾ യാത്ര പോവുക, അത് കഴിഞ്ഞ് ഇത്തരം ഒരു ഉദ്യമത്തോടു കൂടി തിരിച്ചു വരിക, 24 മണിക്കൂറും ഇതിൻ്റെ പിന്നിൽ നടക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ? ആ സമൂഹത്തിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് 10-26 വയസ്സ് എന്നുള്ളത് ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു. ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്നു. ആദ്യം ഞാൻ വിഷമിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ അത് തന്നെ ആസ്വദിക്കാൻ പഠിച്ചു. ഈ ശാന്തിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കുറച്ചുകൂടി വിശദമായി നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, shantiMedicalInfo.org പറഞ്ഞ്. പിന്നെ ഒരു ഫോൺ നമ്പർ ഉണ്ട്. ഈ ശാന്തിയിലേക്ക് വിളിച്ചിട്ട് നമ്മളുടെ അസുഖം എന്താണ്, നമുക്ക് എന്താ വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, അസുഖത്തിന് ചികിത്സയാണെങ്കിൽ അവരുടെ നാട്ടിൽ ഇതിന് ഏറ്റവും നല്ല ഡോക്ടറാരാ, ഏത് ഹോസ്പിറ്റലാണ് കാണിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതേ നേരത്തെ അവർക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പാണ് ആവശ്യം. ഇപ്പം ശാന്തിയിൽ നിന്ന് കൊടുക്കുന്നല്ല പറയുന്നത്, പ്രൈം മിനിസ്റ്റർ ഫണ്ടുണ്ട്, ചീഫ് മിനിസ്റ്റർ ഫണ്ടുണ്ട്, പല ട്രസ്റ്റുകളും അവർക്ക് ആവശ്യമുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ചില ട്രീറ്റ്മെൻറ്റിനൊക്കെ, ഇപ്പോൾ കിഡ്നി ഫെയിലിയർ, ഹാർട്ട് സർജറി, അങ്ങനെ പലതിനും ആ വിവരങ്ങൾ നമ്മൾ കൊടുക്കും. അതേപോലെ ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, വൈഫാണ് കിഡ്നി കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് തോന്നും ഇത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, കൊടുത്ത ഒരാളെ കണ്ടില്ലോ, അപ്പോൾ ഞാനും എൻ്റെ കിഡ്നി വെച്ച സലീലും കൂടി പോകും, കൊടുത്ത ഞാൻ നന്നായിരിക്കുന്നു, അപ്പോൾ അവർ പറയും ഓടാൻ പറ്റുമോ ചാടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഇതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതേപോലെ തന്നെ അപ്പുറത്ത് അങ്ങനെ സൊസൈറ്റീനെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ പത്രത്തിലും ടി വിയിലൊക്കെ എൻ്റെ ഇൻ്റർവ്യൂ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ വീട്ടിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും, നേരെ വണ്ടി കയറി വരുന്ന സ്ത്രീകളുണ്ട്.
ഇനിയുള്ള കാലം ഞങ്ങൾ ഉമാപ്രേമനോടൊപ്പം നിൽക്കും. നമുക്ക് ആരെ എവിടുന്നൊന്നും അറിയില്ല, കരയുള്ളൂ. അപ്പോൾ ഞാൻ ആ കരയുമ്പോൾ റിലാക്സ് ചെയ്ത് അത് കഴിഞ്ഞ് അവർക്ക് ഭക്ഷണമോ ചായ എന്തൊക്കെയോ കൊടുത്ത് മെല്ലെ ചോദിച്ച് മനസ്സിലാക്കി അവർ ആദ്യം ഹസ്ബൻഡിനെ വിളിച്ച് പറയും വിഷമിക്കേണ്ട എന്നോടൊപ്പം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, അത് തന്നെ താങ്ങാൻ പറ്റാണ്ടാവും. സ്ത്രീ എന്ന് പറയുന്നത് ഒരുപാട് ശക്തിയുള്ള ആളാണ്. എൻ്റെ അടുത്ത് വരുന്ന ഓരോ സ്ത്രീകൾക്കും അവരുടെ ഉള്ളിലുള്ള ഈ കാര്യങ്ങളെ ബോധിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാനെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്താ പറയുക, ചിലവർ എന്നെ കളിയാക്കി പറയും ആകപ്പാടെ 4-3-7 സെൻറ്റിമീറ്റർ ഉയരേ ഉള്ളൂ എന്നൊക്കെ. ഞാൻ പറയും ഇത്രയൊക്കെ സെൻറ്റിമീറ്റർ ഉയരം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം കളിയാക്കി പറയും. എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അവർ പറയും എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് അങ്ങനെ പറയാം. ഞാൻ പറയാം തടി വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല, സാധാരണ. അപ്പം നമ്മൾ എല്ലാവരുടെ ഉള്ളിലും കഴിവുണ്ട്, അത് നമുക്ക് ഒരു സാഹചര്യത്തിൽ എടുത്ത് നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ തന്നെയാണ് നമ്മളെ രക്ഷ. എനിക്ക് 10 പേരെ കൂടെ കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല. ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞു, അതായത് ആൾക്കാരുടെ മുന്നിലേക്ക് പോകുന്നു. ഉമ്മ ഒരു എക്സാമ്പിൾ ആയിട്ട്, അതായത് ഉമ്മ കിഡ്നി കൊടുത്തു, കിഡ്നി സ്വീകരിച്ച ഒരാളെയും കൊണ്ട്. അപ്പോൾ ഉമ്മ കിഡ്നി കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം. ഞാൻ കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ വേറെ ഒരു പേഷ്യൻ്റായിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്നിരുന്ന പയ്യനോട് ഞാൻ സ്വാഭാവികമായിട്ട് നല്ല സംസാരപ്രിയാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താണ് അസുഖം, പിന്നെ ഇൻഫർമേഷൻ കൊടുക്കാൻ നമ്മൾ റെഡിയാണല്ലോ. അപ്പോൾ നമുക്കൊരു ഏറെ കിട്ടിയ സന്തോഷം കൊണ്ട് നമ്മൾ ചോദിച്ചു എന്താണ്, പറഞ്ഞു കിഡ്നി ഫെയിലറാണ്. ഉടനെ ഞാൻ പറഞ്ഞു കിഡ്നി മാറ്റി വെച്ചുകൂടെ, ഇത്ര ചെറുപ്പമല്ല, 10-23 വയസ്സേ ഉള്ളൂ, മാറ്റി വയ്ക്കാം, അമ്മയുടെ വയ്ക്കാം, അച്ഛൻ്റെ വയ്ക്കാം, നമുക്കറിയാവുന്ന എല്ലാ ഇൻഫർമേഷനും. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എൻ്റെ അമ്മ കിഡ്നി ഫെയിലിയർ കൊണ്ട് മരിച്ചുപോയി, അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, ഒരു സിസ്റ്ററേ ഉള്ളൂ, ആ കുട്ടി സൂട്ടാവില്ല, ചെറിയ കുട്ടിയാണ്, പിന്നെ അവൾ AB+. അപ്പോൾ ഇവന് O നെഗറ്റീവാണ് കിഡ്നി. അപ്പം ഇത് കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് തമ്മിൽ സംസാരമില്ല. അവനിപ്പോൾ ഒരു അഡ്വൈസ് ഒന്നും വേണ്ട, അവനൊന്നും ചോദിച്ചതല്ല. പിന്നെ ഞാൻ ആലോചിച്ചു, ദൈവമേ 2 കിഡ്നി ഉണ്ടെന്ന് ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഉണ്ടാവുമായിരിക്കാം, ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ 2 ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടെങ്കിൽ 1 തരാം. അപ്പം ആ പയ്യൻ പോലും അതൊരു സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. അങ്ങനെ ഒരാൾ പെട്ടെന്ന് അപ്പം അവൻ പറഞ്ഞു, അവനൊന്നും പറഞ്ഞില്ല, അവൻ എണീറ്റ് പോയി. ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഉമ്മ നമുക്ക് മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യാം, നമ്മൾ ചെയ്യരുത്, ഇങ്ങനെ ആവാ പിന്നെ എല്ലാം ഊരി കൊടുക്കേണ്ടി വരില്ല. ഞാൻ പറഞ്ഞു സാറേ എല്ലാം കൊടുക്കാൻ പറ്റില്ലല്ലോ, കണ്ണിപ്പോൾ എന്തായാലും കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റുന്ന ഒന്ന് നമ്മളൊരു എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാമല്ലോ സാർ, ഇത് ചെയ്യാൻ പറ്റുന്നതല്ലേ, സീരിയസ് ആണോ ചോദിച്ചാൽ അത് സീരിയസ് ആവണം എന്നാൽ നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തപ്പോൾ ശരിക്കും ഞങ്ങൾ നല്ല സൂട്ടാണ്. ഒരു കിഡ്നി 1 മാസം ഇന്നത്തെ പോലെ തന്നെ എല്ലാ പേപ്പറും വേണം. എന്നെ ആരും എതിർക്കില്ല, എനിക്ക് സംരക്ഷിക്കാൻ, എനിക്ക് സമ്പത്തുണ്ട്, എന്നെ നോക്കാം. അന്ന് എൻ്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് പൈസ ഒക്കെ ഉണ്ടായിരുന്നു. കിഡ്നി കൊടുത്താൽ എന്ത് കിട്ടും, കമ്മിറ്റി എന്നോട് അത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു സഹോദരനെ കിട്ടും, വിശ്വസിക്കാൻ തയ്യാറല്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ ആരെങ്കിലും ഒരു കിഡ്നി കൊടുക്കുക, നമുക്കിപ്പോൾ അവനൊരു കിഡ്നി ഞാൻ തന്നെ കൊടുത്തേക്കാം എന്നൊന്നും എനിക്കില്ല, പക്ഷേ ആരും കിട്ടാത്തതുകൊണ്ട് ഞാൻ കൊടുത്താൽ പറഞ്ഞു. അപ്പോൾ അവന് സലീലിനെ വിളിച്ചിട്ട് പറഞ്ഞു മരണം വരെ ഇവരെ മറക്കരുത് പറഞ്ഞു. അവനോട് അത്രേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞങ്ങൾ പെർമിഷൻ തന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. 5 ദിവസം കഴിഞ്ഞു ഞാൻ തിരിച്ചു പോന്നു. ഇത് 5 ദിവസത്തെ റെസ്റ്റ്. 5 ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റിച്ച് എടുത്തു പക്ഷെ ഞാൻ പോന്നു. പക്ഷേ തിരിച്ച് ഗുരുവായൂർ വന്നപ്പോൾ ഞാൻ ഇനിയൊരു സത്യം മനസ്സിലാക്കി. ശാന്തിയിൽ ഒരു 300 പേരുണ്ട്, ബാക്കി ഒരു കിഡ്നിക്ക് വേണ്ടി. അവർക്ക് എല്ലാവർക്കും ഉമാപ്രേമം കിഡ്നി കൊടുക്കുന്ന ഒരാളാണല്ലോ, പിന്നെ ഇനി ഞങ്ങൾക്ക് തന്ന എന്താ, നിങ്ങൾ സലീലിന് കൊടുത്തില്ലേ എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഇത്രമാത്രം കിഡ്നി ഇല്ല, ദൈവം നമുക്ക് അങ്ങനെ എങ്ങാനും തരികയാണെങ്കിൽ ഒരു സിബ് വെച്ച് ഡെയിലി ഓരോരുത്തർക്കും ഓരോ കിഡ്നി തരാം, അതാണ് ഇപ്പം എനിക്ക് തരാൻ പറ്റുള്ളൂ, ഓഫർ തരാൻ പറ്റുള്ളൂ. അല്ലാതെ ഡെയിലി ഒരു കിഡ്നി വരികയാണ് ദൈവം അങ്ങനെ എന്നെ എങ്ങോട്ട് എഴുതി വിട്ടേച്ച് നമുക്ക് സിബ് വെക്കാം, എടുക്കാം, വെക്കാം, അങ്ങനെ അല്ലാതെ ഒന്നും പറ്റില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ എല്ലാവരും 2 ഉണ്ട്, നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ ഞാനും സലീലും കൂടി അന്ന് തുടങ്ങിയ മോട്ടിവേഷൻ 640 പേരെ റിലേറ്റഡ് ട്രാൻസ്പ്ലാന്റേഷൻ ഈ ലോകത്ത് ആരും ചെയ്തിട്ടുണ്ടാവില്ല. എൻ്റെ അടുത്ത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോ വീടുകളിലും പോയിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ അവർ പറയും തെങ്ങ് കയറാൻ പറ്റുമോ, അപ്പോൾ ഞാൻ പറയും എനിക്ക് അറിയില്ല, അറിയിച്ചാൽ ഞാൻ കയറും. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും, ലോറി ഓടിക്കാൻ പറ്റും, എല്ലാം ഓടിക്കാം, എല്ലാം ചെയ്യാം. ചിലവർ എന്നെ നടന്ന് കാണിക്കും, ഓടി കാണിക്കും. ചിലർക്ക് നമ്മൾ വിഡോ ആയതുകൊണ്ട് പ്രസവിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള സംശയമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റും, ഞാൻ പറയും കല്യാണമൊക്കെ കഴിക്കാൻ എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. അങ്ങനെ എല്ലാം അവരുടെ ചെറിയ ഡൗട്ട്സും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇത്രയും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. ആ ഒരു ഇതാണ് ഞാൻ കിഡ്നി കൊടുക്കാൻ പോയി എന്നുള്ളത് ഇതിൻ്റെ ഒരു ലൈഫ് അംബിഷനോ അല്ലെങ്കിൽ ഒരു കിഡ്നി കൊടുത്താൽ അങ്ങനെയില്ല, സിറ്റുവേഷൻ അത്രേ ഉള്ളൂ. അതായിരുന്നു തുടക്കം, കിഡ്നി പേഷ്യൻറ്റുമായിട്ട് എൻ്റെ നേരിട്ടുള്ള ഒരു ബന്ധം.
രണ്ടായിരത്തോളം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻസ് നടന്നിട്ടുണ്ട് അല്ലേ? ഡയാലിസിസ് ഡയാലിസിസ് നടന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ശരിക്കും? 2 ലക്ഷത്തോളം ഡയാലിസിസ്. അതെന്താ കാരണം വെച്ചാൽ ഞാൻ ഈ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ഒരു ആവേശത്തിൽ ഇങ്ങനെ എല്ലാവരും ബോധവൽക്കരിക്കുക. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു കുഴപ്പം എന്താ വെച്ചാൽ ആ ആവേശം അത് രാത്രിയും പകലും കൊണ്ടായി ചെയ്ത് തീർത്തേ ഞാൻ വരും. അപ്പം ഇതിങ്ങനെ യാത്രയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞാൻ ചില ആളുകളൊക്കെ സന്ദർശിക്കും. അങ്ങനെ പോകുമ്പോൾ അവർ 5-10 ആൾക്കാർ വീണ്ടും ഡയാലിസിസിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി. ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ വീണ്ടും ഡയാലിസിസിൽ? അപ്പോൾ പറഞ്ഞു, ഉമാ മേഡം ഇവിടെ വന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി, അവരൊക്കെ സപ്പോർട്ട് ചെയ്തു, കിഡ്നിയൊക്കെ മാറ്റി വെച്ചു. പക്ഷേ വീണ്ടും മാസം 10,000 രൂപയുടെ മരുന്ന് കഴിക്കണ്ടേ? മാഡം പോയി കമ്മിറ്റി പിരിച്ചു വിട്ടു, എനിക്ക് മരുന്ന് കഴിക്കാൻ കാശുണ്ടായിരുന്നില്ല, അപ്പോൾ മരുന്നിൻ്റെ അളവ് കുറഞ്ഞു, ജോലിയൊന്നും ആയിരുന്നില്ല, വീണ്ടും ഫെയിലിയറായി, ഞാൻ ഡയാലിസിസിലാണ്. അവിടെ ഞാൻ അങ്ങനെ ഇരുന്ന് പോയി. എൻ്റെ മണ്ടത്തരാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ബോധവൽക്കരണം ഇത്രയും ഫാമിലീനെ നമ്മൾ ബോധവൽക്കരിച്ചിട്ട് പാവം മരുന്ന് കഴിക്കാനുള്ളൊരു സൊല്യൂഷൻ ചിന്തിച്ചില്ലല്ലോ. എൻ്റെ ഈ ചെറിയ ബുദ്ധി വെച്ച് ആ ചിന്തിച്ചില്ലല്ലോ. അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു, ആവശ്യമില്ലാത്ത ബോധവൽക്കരണം ഇല്ല. കാശും അല്ലെങ്കിൽ റീപേയ്മെൻറ്റിനുള്ള സൗകര്യമോ അല്ലെങ്കിൽ ബന്ധുക്കളെ കൊണ്ടുള്ള സപ്പോർട്ടോ ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കാൻ ഒരു ജോലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അല്ലാത്തവർക്ക് ഡയാലിസിസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഡയാലിസിസിന് അന്വേഷിക്കുമ്പോൾ 2,500 രൂപ ഒരു ഡയാലിസിസിന്, ആഴ്ചയിൽ 2-3 ചെയ്യണം. എങ്ങനെയാണ്? പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഡയാലിസിസ് മിഷൻ്റെ വില കൊണ്ടൊന്നല്ല. ഈ ഡയാലിസിസ് അന്ന ആൾക്കാർ വരാത്തതുകൊണ്ട് ഈ സാധനം വെറുതെ ഇരിക്കില്ല. അപ്പോൾ കിട്ടുന്ന ആളുടെ നിന്ന് ആ കാശ് മേടിക്കുക. അങ്ങനെ ആയിരുന്നു അന്ന് 2000-ൽ കേരളത്തിലല്ല ഇന്ത്യയിൽ. അപ്പോൾ ഈ കെമിക്കലിനും ഈ ഡയാലിസിസിന് വേണ്ട സൊല്യൂഷൻ മറ്റെല്ലാം കൂടി 350 രൂപ അന്ന് ചിലവ് വരുന്നുള്ളൂ. ഒരു ധൈര്യം, ഈ പറഞ്ഞ പോലെ ഓരോ കാലത്തും ഉണ്ടാകുന്ന എൻ്റെ ഒരു ധൈര്യം. അതിൻ്റെ പുറമെ 2 മിഷൻ വാടകയ്ക്ക് എടുത്തിട്ട് തൃശ്ശൂരിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് 2 മിഷൻ വാടകയ്ക്ക് എടുത്ത് തുടങ്ങി. 3 ദിവസം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നെയൊക്കെ വിശ്വസിച്ച് ആരെങ്കിലുമൊക്കെ വരണ്ടേ. പക്ഷേ എന്നെ വിശ്വസിച്ച് ഒരുപാട് പേഷ്യൻസ് വന്നു. പിന്നീടാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഉടനെ ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് ഗൾഫിൽ പോയി. പരിചയമൊന്നും ഇല്ല കേട്ടോ, ഇതിന് മുന്നേ അവിടെ പോയിട്ടൊന്നുമില്ല. എല്ലാവരും പറഞ്ഞു ഗൾഫിലുള്ളവരൊക്കെ ഭയങ്കര നല്ല മനുഷ്യരാണ്, ഒരുപാട് സഹായിക്കും. എന്നാൽ പിന്നെ പോയേക്കാം. എൻ്റെ വിചാരം ഇവിടുത്തെ പോലെ റോഡ് സ്ട്രീറ്റും വീടൊക്കെ ഉണ്ടാവുന്നു. എന്നോട് പറഞ്ഞു ഒരു വീട്ടിൽ കയറി ചോദിച്ചു, അവിടെ ഉള്ളവരൊക്കെ കാശുള്ള മലയാളിയല്ലേ. അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് വീടുമില്ല, ഒന്നുമില്ല, വലിയ വലിയ ബിൽഡിങ്ങാണ്. ദൈവമേ, ഒരു വീട്ടും പേരും അല്ല, ജില്ലയ്ക്കും വാർഡിനും ഒന്നും പേരില്ല. ഇവിടെ എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? അപ്പോഴും എന്നെ മാധ്യമങ്ങളാണ് സപ്പോർട്ട് ചെയ്തത്. അവിടെ ചെന്ന് പിറ്റേ ദിവസം ഞാനിങ്ങനെ പത്രക്കാരെ കണ്ടപ്പോൾ അവരെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഒരു 5 മിഷൻ ഒരു ദിവസം കൊണ്ട് തന്നെ സ്പോൺസർ ചെയ്ത് കിട്ടി. ഒരു ആറോപ്ലാനും കിട്ടി. അടുത്ത വണ്ടിക്ക് ഞാൻ അങ്ങോട്ട് കയറി. എനിക്കറിയില്ല, ആ സമയത്ത് അവിടെ നിന്ന് കുറച്ച് ഫണ്ട് ഉണ്ടാക്കി ഡെപ്പോസിറ്റ് ചെയ്യുക അങ്ങനത്തെ ഒന്നും തോന്നിയില്ല. വന്നു ഇവിടെ വന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ ഇതേ കഷ്ടപ്പാടും ദുരന്തോ. ഇനി അങ്ങോട്ട് പോകാൻ പറ്റും? ഞാൻ എങ്ങനെയൊക്കെ പിടിച്ച് വീടിൻ്റെ ആധാരമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പിടിച്ച് നിന്നു. 1 വർഷം കഴിഞ്ഞ് വീണ്ടും പോയി. ഇപ്പം സ്ഥിരം പോകും. അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഓരോന്നിനും മാറ്റി വയ്ക്കുന്ന പോലെ തന്നെ ഉമാപ്രേമനെ ശാന്തിക്ക് ഒന്ന് മാറ്റി വയ്ക്കാൻ തുടങ്ങി. ഒരിക്കൽ വൃക്കരോഗം വന്നാൽ ആ വീടും നശിക്കും, എല്ലാം നശിക്കും. അത്രമാത്രം ചിലവാണ്. ഇപ്പോഴും 10-40 ലക്ഷം രൂപയുടെ ബാധ്യതയൊക്കെ എനിക്കുണ്ട്. എന്നാൽ തന്നെയും ഇനിയും ഞാൻ പോകും, അവർ സപ്പോർട്ട് ചെയ്യും. സാധാരണക്കാരനാണ്. തൃശ്ശൂർ, പാലക്കാട്, കുന്നംകുളം, പെരുമ്പടപ്പ്, വയനാട് അങ്ങനെയായിട്ട് 35ഓളം മിഷനും ഒരു 2000-ഓളം ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്നു. അതിൽ 1100-ഓളം ഡയാലിസിസ് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു. ഒരുപാട് കൊച്ചു പല ട്രസ്റ്റുകളും, മണപ്പുറം അങ്ങനെ പല ട്രസ്റ്റുകളും നമ്മളെ സഹായിക്കാൻ മുന്നിട്ട് വരുന്നു. കോർപ്പറേറ്റൊക്കെ ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇതുവരെയും ഈ പാവപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു ഇത് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ പലരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഡയാലിസിസ് നടത്തിക്കൊണ്ടു പോകുന്നത്. കൺട്രിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഡയാലിസിസ് ആയി ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, സമൂഹമായിട്ട് ബന്ധമുണ്ട്, ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാം. പണ്ടത്തെ ഉമ്മയല്ല. സ്വാഭാവികമായിട്ട് ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്യണത് ഈ ഓർഗൻ ഡൊണേഷനെ കുറിച്ച്. ബ്രെയിൻ ഡെത്ത്, മസ്തിഷ്ക മരണം സംഭവിക്കുന്നവരുടെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി. എന്താ വെച്ചാൽ കേരളത്തിൽ ഒരു ദിവസം ബ്രെയിൻ ഡെത്ത് ആവുന്ന 9 പേർക്കാണ്. നാഷണൽ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം, എൻ്റെ അല്ല. അപ്പോൾ 9 പേര് പറഞ്ഞു 18 കിഡ്നി നമ്മൾ കത്തിച്ച് കളയുന്നു, കുഴിച്ചിടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരിലാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഓർഗൻ മാറ്റി വയ്ക്കുക. ഇപ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ നല്ല പോലെ നമ്മൾ അവരെയാണ് എപ്പോഴും കളിയാക്കാറ്. പക്ഷേ അവരാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. 1544 ഓർഗനാണ് കഴിഞ്ഞ വർഷം തമിഴ്നാട് ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുള്ളത്. കേരളത്തിൽ 2 എണ്ണം.
അപ്പോൾ അതിലും ഒരുപാട് മാറ്റം വരണ്ടേ. അപ്പോൾ ഞങ്ങൾ ഓർഗൻ ഡൊണേഷനെ കുറിച്ച് നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ശരത് കുമാർ സാർ, ആക്ടർ ശരത് കുമാർ സാറൊക്കെയാണ് ആ കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യണത്. പിന്നെ ശിവജി ഗുരുവായൂർ, അങ്ങനെ കുറേ ആൾക്കാർ. ഇതല്ലാതെ ഈ അസുഖം വന്നിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, അതൊന്ന് ആലോചിച്ച് വെക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് പഞ്ചായത്ത് വാർഡ് തോറും ഈ പറഞ്ഞ ഡയബറ്റിക്കിനെ കുറിച്ചും ഹൈപ്പർ ടെൻഷനെ കുറിച്ചും ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് കിഡ്നി ഫെയിലിയറിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ മോട്ടിവേറ്റ് ചെയ്യുക ജനങ്ങളെ. ഒരു 30 വയസ്സിന് ശേഷം പ്രമേഹമുണ്ടോ രക്താതിസമ്മർദ്ദം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം, അതിന് വേണ്ടിയിട്ടൊരു ഹെൽത്ത് സ്റ്റേഷൻ UK ഇപ്പോൾ നമ്മൾ ഇറക്കുന്നുണ്ട്. ഒരു മെഷീൻ 8 ലക്ഷം വരുന്നുണ്ട്. 14 ജില്ലയിലേക്കും ഓരോന്ന് വേണം. സ്പോൺസറെ കണ്ടുപിടിച്ച് അത് ഒരു പ്രോജക്റ്റായിട്ട് ചെയ്ത് അവരുടെയൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കിഡ്നീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, എഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വരാനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. ഈ രണ്ടും കൂടാതെ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് കേരളത്തിൽ വ്യക്തിപരമായിട്ട് 30 രൂപയ്ക്ക് ഇൻഷുർ ചെയ്താൽ 300 രൂപ തൊട്ട് 30,000 കിട്ടുന്നൊക്കെ പറഞ്ഞാലും ഇതൊന്നും പോരാ. കൃത്യസമയത്ത് ചികിത്സിക്കാത്ത പലരും പറയുന്ന ഒരു കാരണം പൈസ ഇല്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് ഉണ്ട് എല്ലാറ്റിനും, അല്ലേ? ഒരു വീട് കാണിച്ചാൽ അതിന് ഹൗസിംഗ് ലോൺ കെട്ടാനുണ്ട്, കാറ് മേടിച്ചാൽ ലോൺ കെട്ടാനുണ്ട്. മിണ്ടാത്ത ആ വണ്ടിയെ നമ്മൾ വർഷത്തിലെല്ലാം കൊണ്ട് മാസത്തിൽ സർവീസ് ചെയ്യുന്നു, വർഷത്തിൽ സർവീസ് ചെയ്യുന്നു, പെയിൻറ്റ് ചെയ്യുന്നു, ഇൻഷൂർ ചെയ്യുന്നു. ജീവനെ ഇത്രയും ആവശ്യമുള്ള ഇതൊക്കെ ചെയ്യാൻ ആവശ്യമുള്ള നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നില്ല. ജീവിച്ചിരിക്കാൻ, നമുക്കൊരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ, മറ്റുള്ളവർ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ ഒരു ഇൻഷുറൻസ് എടുക്കാം എന്ന് തോന്നുന്ന കുറച്ച് വേണ്ടേ. ആ ഒരു ബോധവൽക്കരണം, അതിന് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. പഞ്ചായത്ത് വാർഡ് അങ്ങനെ ഒരു വ്യക്തിയെ ഇൻഷുർ ചെയ്യല്ല, എല്ലാവരെയും ഇൻഷുർ ചെയ്യുക. അതായത് അതേപോലെ തന്നെ നമുക്കിപ്പോൾ ലൈസൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗൻ ബ്രെയിൻ ഡെത്ത് ആയാൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലയോ, ആണോ പെണ്ണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഒരു ചോദ്യം. യെസ് ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട, ഒരു ഓർഗൻ ഡോണർ എന്നുള്ള ഒരു ഇതും കൊടുക്കുക. അതിൽ ആ ലൈസൻസിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള മോട്ടിവേഷൻ. ഈ പ്രമേഹവും രക്തസമ്മർദ്ദവും വരാൻ കാരണം തന്നെ നമുക്ക് എക്സസൈസ് ഇല്ല. എല്ലാ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ചേഞ്ച് ചെയ്തു. ഏത് ചാനൽ തുറന്നാലും ഡോക്ടേഴ്സ് ഇത് പറഞ്ഞാൽ അപ്പം നമ്മൾ അടുത്ത ചാനലിലേക്ക് മാറ്റും. നമുക്ക് കേൾക്കാനും ഇഷ്ടമല്ല. അപ്പം അതിന് കുട്ടികളിൽ ചെറുപ്പം തൊട്ട് തന്നെ യോഗ പഠിപ്പിക്കുക. നിന്ന സ്ഥലത്ത് ഇത് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം അതാ. ജോഗ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരും പിടിച്ചു പറിക്കുമോ, ചെയ്യും പൊട്ടിക്കുമോ, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുമോ എന്ന് പേടിക്കണം. എന്നാൽ പിന്നെ സൈക്കിളെടുത്ത് കുട്ടികളെ വിടാച്ചാൽ വണ്ടി ഇത്രയും ട്രാഫിക്കാണ്, ഇതിൽ സൈക്കിളിൽ പോയാൽ കുട്ടികൾക്ക് നീന്തണം പറഞ്ഞാൽ കുളത്തിൽ വെള്ളമില്ല, ഉള്ളതൊക്കെ നിർത്തി പാടമൊക്കെ നിർത്തി ഇതായിപ്പോയി. അപ്പം ഇനിയിപ്പോൾ നീന്താനും പറ്റില്ല. ആകെ പാടുള്ള ഒന്ന് ഈ യോഗയാണ്. അതിന് സ്ഥലമൊന്നും വേണ്ട. വീട്ടിൽ കിടക്കുന്ന ആ പായ ഇടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ മരിക്കണമെന്ന് നിങ്ങളുടെ ബന്ധുക്കളെ പ്രാർത്ഥിപ്പിക്കരുത്. ഞാൻ ഉമ്മയെ പരിചയപ്പെടുമ്പോൾ ഉമ്മ വളരെ സറ്റയർ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ അതിൽ വളരെ ശക്തമായ ഒരു ഫയർ ഉണ്ട് ഉമ്മയ്ക്ക്. ശരിക്കും ഉമ്മ ഒരു 15 വർഷം മുമ്പുള്ള ഉമ്മയും ഇതുപോലെ ഫയർ ഉള്ള ഒരു ഉമ്മയായിരുന്നു. അല്ല, ഞാനൊരു എൻ്റെ ഹസ്ബൻഡിൻ്റെ കീഴിൽ യാതൊരുവിധ എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ പറയാൻ പറ്റാത്തൊരു മനുഷ്യനായിരുന്നു. അതിനു മുന്നേ ഈ 7 വർഷത്തിന് 18 വയസ്സ് വരെ ഞാൻ ഇങ്ങനെയായിരുന്നു. ഞാൻ ബസ്സിൽ തുപ്പരുതെന്ന് 2 പ്രാവശ്യം പറയും. മുന്നിലിരുന്ന് തുപ്പുമ്പോൾ 3ാമത്തെ പ്രാവശ്യം ഞാൻ അയാളുടെ മുഖത്ത് തുപ്പും. ഇതാണ് ബാക്കിലിരിക്കുന്ന എനിക്കുണ്ടാവുന്ന അനുഭവം എന്ന് ഞാൻ പറയും. അപ്പോൾ ഒരിക്കലും പിന്നെ അയാൾ ജീവിതത്തിൽ തുപ്പില്ല. പിന്നെ വെറുതെ പിച്ചാണെങ്കിൽ ഞാൻ പറയും, എണീറ്റ് നിന്ന് പറയും, മുഴുവൻ പിച്ച് തീർത്തിട്ട് എനിക്ക് ഇരിക്കാമായിരുന്നു, നീ പിച്ച് കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സുഖമില്ല. അങ്ങനെ ഒരു ആളായിരുന്നു, പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പട്ടിണി ദാരിദ്ര്യം എന്ന് പറയുന്ന ആളുകൾക്ക് എവിടെയെങ്കിലും ജോലി മേടിച്ചു കൊടുക്കുക. എൻ്റെ ടിഫിൻ ബോക്സിൽ ചോറ് ഞാൻ വാരി കൊടുത്ത് മെൻ്റലി എന്തെങ്കിലും പ്രശ്നമായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കിയൊക്കെ വിട്ടിട്ടൊക്കെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ കൊണ്ടേ കുളിപ്പിക്കും, ഞാൻ മുടി വെട്ടും, എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ആളുകൾ പറയും എനിക്കൊരു ഒരു തരത്തിൽ ഞാൻ ഒരു സൈക്കോ ആണെന്നുള്ള രീതിയിലാണ് അതിനെയൊക്കെ കണ്ടിരുന്നത്. ഏതു നേരം എല്ലാറ്റിനും അഭിപ്രായമുണ്ട് എനിക്ക്. രജനീകാന്തിന്റെ പടം റിലീസാവുന്ന ആദ്യത്തെ ദിവസം ഞാൻ വരിയിൽ നിന്ന് ആദ്യത്തെ ടിക്കറ്റ് എടുക്കും. അതും ഇതിൻ്റെ ഇടയിൽ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴും അതേ ഉണ്ട്. ഞാൻ ഇപ്പോഴും കാണും. ഇപ്പോഴും രജനീകാന്തിന്റെ പടം ഇനി റിലീസായാലും ഞാൻ ആദ്യത്തെ വരിയിൽ ആദ്യത്തെ ആൾ. ഇത്രയും ശാന്തി തുടങ്ങിയിട്ട് എനിക്ക് അതിലൊന്നും മാറ്റം വന്നിട്ട് എനിക്ക് മാറാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ കൊച്ചു സന്തോഷം അതിലൊക്കെയാണ്. ഞാൻ അത് അനുഭവിച്ചോട്ടെ. അതുകൊണ്ട് വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാരണം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഉമ്മ മറ്റൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഈ ശാന്തിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ ഗുരുവായൂർ ഒരു ഓഫീസ് ഉണ്ടല്ലോ. ഗുരുവായൂരിൽ ഉമ്മയെ കൂടാതെ മറ്റാരൊക്കെയാണുള്ളത്? അവർക്കുള്ള ഇപ്പൊ സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്നത് ഒരു ജോലിയായിട്ടായിരിക്കും, ഉമ്മ അങ്ങനെ അല്ലെങ്കിൽ പോലും. അപ്പൊ അവർക്കുള്ളൊരു സാമ്പത്തികം കൊടുക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് നടത്തിക്കൊണ്ടു പോകുന്ന ഒരുപാട്